അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മൾ ഇതുവരെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും അനിമൽസ്, ഗ്രാസ് ഈറ്റിംഗ് അനിമൽസ്, പുല്ല് തിന്നുന്ന, നമുക്ക് ചുറ്റുമുള്ള കൗ, ബഫലോ തുടങ്ങിയിട്ടുള്ള പുല്ല് തിന്നുന്ന അനിമൽസ്, അവ എങ്ങനെയാണ്, അവകൾക്കകത്ത് എങ്ങനെയാണ് ഈ ഒരു ഡൈജസ്റ്റീവ് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിനി ഈ ഒരു ചാപ്റ്ററിൽ, ഈ ചാപ്റ്ററിന്റെ അവസാനമായിട്ട് നോക്കാനുള്ളത്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയകൾ, അതായത് അമീബിയ പോലത്തെ ഈ ഒരു ഏകകോശ ജീവികൾ, അവകൾക്കകത്തും ഈ ഒരു ഡൈജസ്റ്റീവ് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഇവിടെ നോക്ക്, നമ്മള് കൗ എന്ന് പറയുന്ന, നമുക്കറിയാം ഈ കൗ എന്നുള്ളതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന്. അതിനൊക്കെ നമ്മൾ സാധാരണ റൂമിനൻസ് എന്നാണ് പറയാറുള്ളത്. റൂമിനൻസ്, RUMINANTS, റൂമിനന്റുകളാണ്. റൂമിനന്റ് എന്ന് പറഞ്ഞാൽ അവകൾക്കകത്ത് റൂമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതായത് അതിങ്ങനെ എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അത് 24 മണിക്കൂറും അതിങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും. അത് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ പോലും അത് ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതായത് ഇവകൾ പുല്ല് കഴിക്കുന്ന സമയത്ത്, പുല്ലുകളൊക്കെ തിന്നുന്ന സമയത്ത് പുല്ലുകളെ വളരെ പെട്ടെന്ന് കഴിക്കുകയും അത് കൂടുതൽ നേരം ചവക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഇറക്കും. അങ്ങനെ അത് റൂമൻ എന്ന് പറയുന്ന ഒരു സ്പേസിൽ പോയിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഈ റൂമനിൽ വെച്ച് അത് ചെറിയ രീതിയിൽ, ചെറിയതായിട്ടൊന്ന് ഡൈജസ്റ്റ്, ചെറിയ ദഹന പ്രക്രിയ അതിൽ നടക്കും, ചെറിയൊരു രീതിയിൽ. പിന്നെ വീണ്ടും ആ ഒരു റൂമൻസിൽ സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അതിന് പറയാറുള്ളത് കഡ് എന്നാണ്. CUD, കഡ് എന്നാണ് അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ട ആ ഭക്ഷണത്തിന് പറയാറുള്ളത്. ഈ കഡ് പിന്നീട് തിരിച്ചു വന്ന് ഇതിന്റെ വായിലേക്ക് തന്നെ തിരിച്ചു വന്ന് അതാണ് പിന്നീട് ഈ ഒരു അനിമൽസ് ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞതിലേറെ കുറച്ചും കൂടി എക്സ്ട്രാ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഒരു ഭക്ഷണം കഴിക്കുന്ന കൗ, അതിന്റെ അകത്ത് 4 പാർട്ടുകളാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ളത്. ഒന്ന് റൂമൻ, മറ്റൊന്ന് റെട്ടിക്കുലം, മറ്റൊന്ന് ഒമേസം, മറ്റൊന്ന് അബോമെയ്സും. അങ്ങനെ 4 ഏരിയകളാണുള്ളത്. ഈ റൂമനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പുല്ല്, അതായത് ആദ്യം കഴിക്കുന്ന പുല്ല് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഈ റൂമനിൽ വെച്ചത് പാർഷ്യലി ഡൈജസ്റ്റഡ് ആവുന്നു, ഭാഗികമായിട്ട് മാത്രം, ചെറിയൊരു രീതിയിൽ മാത്രം അവിടുന്ന് ഡൈജസ്റ്റൻ പ്രക്രിയ നടക്കുന്നു. പിന്നീട് അത് തിരിച്ചു വന്ന് റെറ്റിക്കുലത്തിലേക്ക് വരുന്നു. റെറ്റിക്കുലത്തിൽ നിന്ന് ഓരോരോ കുമിളകളായിട്ട് അത് എവിടേക്ക്, അതിന്റെ വായിലേക്ക് തന്നെ പോകുന്നു. അതാണ് പിന്നീട് ഇങ്ങനെ ചവച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഈ ചവച്ച ഭക്ഷണം പിന്നീട് വരുന്നത് എവിടേക്കാണ്? തിരിച്ച് ഒമേസം എന്ന് പറയുന്ന, നമ്മൾ പിന്നീട് ഈ ഖഡ് എന്ന് പറയുന്ന റൂമനിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ഭക്ഷണം റെറ്റിക്കുലത്തിലെത്തി, പിന്നെ അത് വായയിലെത്തി, അവിടുന്ന് ചവച്ച് വീണ്ടും അത് അകത്തേക്ക് തന്നെ ഇറക്കുന്നു, അല്ലെ? അങ്ങനെ ഒമേസം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെത്തുന്നു. അവിടെ വെച്ച് അതിന് ചെറിയ രീതിയിൽ ഡൈജസ്റ്റീവ് പ്രക്രിയ നടക്കുന്നു. പിന്നെ ഒബോമെയ്സം എന്ന് പറയുന്ന അടുത്ത ഭാഗത്തെത്തുന്നു, അല്ലെ? പിന്നീട് അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈന്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈന്റെയും ഇടയിൽ ആ ചുവന്ന ഏരിയ, ചുവന്ന കളർ കാണിക്കുന്ന ഏരിയ കേസം എന്ന് പറയുന്ന ഏരിയ, ആ ഏരിയയിൽ വെച്ച് അതിന്റെ ചില പാർട്ടിക്കിളുകൾ കൂടി വീണ്ടും സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. പിന്നീടാണ് അത് അതിനാവശ്യമായ രീതിയിൽ അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, അല്ലെ? ശരീരത്തിന് ആവശ്യമായ രീതിയിൽ അത് അബ്സോർബ് ചെയ്യപ്പെടും. ഏതായാലും ഞാൻ ഇവിടെ കാണിച്ച ഈ ഒരു വീഡിയോയിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ശരിക്കും നമുക്ക് ടെക്സ്റ്റിലും പറയാനുള്ളത്. ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് അനിമൽസ്, പ്രധാനമായിട്ടും ഈ ഒരു പുല്ല് തിന്നുന്ന ജീവികളിലുള്ള ഈ ദഹന പ്രക്രിയ. ഇതിൽ നമ്മളൊരു റൂമൻ എന്ന് പറയുന്ന വാക്ക് കാണാം. റൂമൻ എന്ന് പറഞ്ഞാൽ actually they quickly swallow the grass and store it in part of the stomach called rumen. അതിന്റെ സ്റ്റൊമാക്കിലുള്ള ഒരു ഭാഗമായിട്ടുള്ള റൂമൻ, നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ റൂമൻ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു ഭക്ഷണം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇവിടെ വെച്ചിട്ട് അതിന് ഭാഗികമായിട്ട് ഡൈജഷൻ നടക്കുന്നു. ഇങ്ങനെ ഭാഗികമായിട്ട് ഡൈജഷൻ നടന്നിട്ടുള്ള ആ ഭക്ഷണത്തിന്റെ പേരാണ് കഡ്, CUD, കഡ്. ഈ കഡ് പിന്നീട് തിരിച്ചു വരുന്നു, അല്ലെ? മൗത്തിലേക്ക് തിരിച്ചു വരുന്നു. അതിന്റെ മുന്നേ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു. പിന്നീട് മൗത്തിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും ചവക്കുന്ന ആ ഒരു പ്രക്രിയ തുടങ്ങുന്നു. അങ്ങനെ ചവക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ? റൂമിനേഷൻ. തിരിച്ചു വന്ന്
സ്മാൾ ലംബ് ഇൻ സ്മാൾ ലംബ് എന്ന് കാണാം. ലംബ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ചെറിയ കൂട്ടമായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് നടക്കുന്ന ആ പ്രക്രിയക്ക്, അത് ഇങ്ങനെ ചവക്കുന്ന ആ പ്രക്രിയക്ക് റൂമിനേഷൻ എന്ന് പറയും. ഇങ്ങനെ റൂമിനേഷൻ പ്രക്രിയകൾ നടക്കുന്ന ജീവികളൊക്കെ നമ്മൾ എന്ത് പറയും? റൂമിനൻസി എന്ന് പറയും. ഓക്കെ. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ഗ്രാസ്, സാധാരണ പുല്ല് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറി, അതിലൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വസ്തു ആണ് സെല്ലുലോസ് എന്നുള്ളത്. സെല്ലുലോസ് പറഞ്ഞാൽ ഒരു തരം കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷെ നമ്മൾ സാധാരണ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് അല്ല ഈ സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ. ഈ സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ് ശരിക്ക് നമ്മൾ ചെടികളിൽ നിന്നൊക്കെ പേപ്പർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ക്ലോത്ത്, പേപ്പർ ഒക്കെ ഉണ്ടാക്കാറുള്ളത് ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഈ സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ സെല്ലുലോസ് ആണ് അത് ഒരു കുറച്ചൊരു ഉറപ്പുള്ള സാധനമാണ്. ഓക്കെ. പക്ഷെ ഈ സെല്ലുലോസിന്റെ ഒരു പ്രത്യേകത, ഈ സെല്ലുലോസ് ഇത്തരത്തിൽ ഗ്രാസ് ഈറ്റിംഗ് അനിമൽസിന്റെ അകത്ത് അത് എന്താ പറയുക, ഡൈജസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബാക്ടീരിയ അതിനെ സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഈ സെല്ലുലോസ് എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുകയില്ല, അത് മനുഷ്യ ശരീരത്തിൽ സിംപിൾ സബ്സ്റ്റൻസ് ആയിട്ട് മനുഷ്യന് ഒരിക്കലും അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം എന്താ, ഈ ഒരു എന്താ പറയുക, ഗ്രാസ് ഈറ്റിംഗ് അനിമൽസിന്റെ അകത്തുള്ള ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ജീവികൾ, പ്രധാനമായിട്ടും മനുഷ്യൻ പോലെയുള്ള ഒരുപാട് ജീവികളുടെ ശരീരത്തിനകത്ത് ഈ ഒരു ബാക്ടീരിയകൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ സെല്ലുലോസ് എന്ന് പറയുന്ന പുല്ലിൽ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പച്ചക്കറിയിൽ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കഴിയുകയില്ല, അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയില്ല. പിന്നെ പകരം നമ്മുടെ ശരീരത്തിൽ, അപ്പൊ നമ്മൾ പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടല്ലോ അല്ലെ, പിന്നെ അപ്പൊ നമ്മളെ ശരീരത്തിൽ ഇതെന്താണ് ആവുന്നത്, നമ്മുടെ ശരീരത്തിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ആ ഒരു അതിന് ഉറപ്പ് ലഭിക്കാനൊക്കെ അത് ഈ സെല്ലുലോസ് ആണ്. അതായത് അതൊരു കട്ടിങ് ആനൊക്കെ ഉള്ള സാധനമാണ്. അതാണ് പിന്നീട് ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ ആ ട്രാക്ക് അല്ലെ, ആ ഒരു പൈപ്പ്, അതിന് ഉറപ്പും ബലവും ഒക്കെ നൽകുന്നത് ഈ സെല്ലുലോസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നമ്മൾ നേരത്തെ ആ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ ആ ചോപ്പ് കണ്ടോ, അനിമൽസ് ലൈക്ക്, ഈ ഒരു പാരഗ്രാഫ് നോക്കി, അനിമൽസ് ലൈക്ക് ഹോഴ്സസ്, റാബിറ്റ് എക്സെട്ര have a large sac-like structure called caesium. അപ്പോ എന്തുണ്ട്, ഈ ഒരു റാബിറ്റ് പോലെ, ഹോഴ്സ് പോലത്തെ ജീവികൾക്ക് അവകൾക്കകത്ത് ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയും ഇടയിൽ, ഇവിടെ പറഞ്ഞത് ഓസോഫേജസ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഓസോഫേജസിന്റെയും ഇടയിൽ നിന്നാണ് പറഞ്ഞത്. ചിത്രത്തിൽ കാണാം, ഓസോഫേജിന്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഇടയിൽ ഈ ഒരു ചുവന്ന ഈ ഒരു സാക്ക് ലൈക്ക്, ഈ ഒരു ഈ ഇതിൽ കാണുന്നത്, നമ്മൾ അതായത് ആ വീഡിയോയിൽ കണ്ടത് മറ്റൊന്നായിരുന്നു. ഏതായാലും നമ്മൾ ടെക്സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പോവാം. ഈ ഒരു എന്താ പറയാ, ഈ ഒരു അറ അല്ലെ, ഈ അറയിൽ വെച്ചിട്ടാണ്, അവിടെയാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു സെല്ലുലോസ് അല്ലെ, സെല്ലുലോസ്, ഈ സെല്ലുലോസിനെ ബ്രേക്ക് ചെയ്യുന്ന ബാക്ടീരിയകളൊക്കെ അവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടാണ് ഈ സെല്ലുലോസ് എന്ത് ചെയ്യപ്പെടുന്നത്, ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്, സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അമീബിയ പോലത്തെ ഏകകോശ ജീവികൾ അല്ലെ, നമുക്ക് കണ്ടുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത, ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രം കാണാൻ കഴിയുന്ന ഏകകോശ ജീവികളിൽ എങ്ങനെയാണ് ഈ ഡൈജസ്റ്റീവ് പ്രോഗ്രാമിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. നമ്മൾ ആദ്യം അമീബിയുടെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് അതിന് അടങ്ങിയിട്ടുള്ള സ്ട്രക്ചറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ട് അതിന്റെ കോശം എന്ന് പറയുന്ന ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസ് അവിടെ കാണാം. ഏകകോശ ജീവിയാണ്, ആകെ ഒരു ന്യൂക്ലിയസ് അതിനുള്ളൂ. പിന്നെ അതിൻ്റെ എന്താണ് സിഡോഫോഡസ് എന്നുള്ളത്. സിഡോഫോഡ് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും ഇത് സിഡോഫോഡുകളാണ് ആ വിരലുകൾ പോലെയുള്ള അതിന്റെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ആ ഒരു ഭാഗം അല്ലെ, അത് അതിന്റെ ചുറ്റും കാണാം അല്ലെ. അത് ഉപയോഗിച്ചിട്ടാണ് അത് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ അതിന്റെ ഇരയെ കണ്ടു കഴിഞ്ഞാൽ, ഇര എന്ന് പറഞ്ഞാൽ മറ്റൊരു സിംഗിൾ സെല്ല് ജീവിയായിരിക്കും, ഏകകോശ ജീവിയായിരിക്കും.
അപ്പൊ അതിന്റെ മുന്നിൽ ആ ഒരു ഏകകോശ ജീവിയെ കണ്ടു കഴിഞ്ഞാൽ ഈ സിഡോഫോഡ്സുകൾ എന്ത് ചെയ്യും? അതിനെ വരിഞ്ഞു മുറുക്കും. ഇതിങ്ങനെ മെല്ലെ 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 പോയിട്ട് അതിനെ ചുറ്റും വന്ന് എൻസർക്കിൾ ചെയ്ത് നിൽക്കും. അതിന്റെ അകത്ത് ആര് പെടും? ഈ ഭക്ഷണം പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ കോശദ്രവ്യം എന്ന് പറയും. അവിടെ ഉദ്ദേശം ഈ അമീബിയയുടെ ആ ഒരു ശരീരം, അതിനാണ് ആ ഒരു എന്താ പറയുക, അതിന് ആ തൊലി, അതിനാണ് സൈറ്റോപ്ലാസം എന്ന് പറയാം. അതിൻ്റെ ഉള്ളിലുള്ള ആ സാധനം അല്ലേ, ഒരു ദ്രവ്യം, അതിനാണ് സൈറ്റോപ്ലാസം എന്ന് പറയാം. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടന, അതിന്റെ ടോട്ടൽ ആ രൂപഘടന, അതിന് സെൽ മെംബ്രെയിൻ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഫുഡ് വാക്യൂൾ എന്നുള്ളത്. ഈ ഫുഡ് വാക്യൂളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സ്യൂഡോഫോഡ്സ് വഴി അകത്ത് വന്നിട്ടുള്ള ഭക്ഷണം പിന്നീട് ദഹിക്കപ്പെടുന്നത്. എവിടെ വെച്ചിട്ടാണ് അതിന്റെ ഡൈജഷൻ നടക്കുന്നത്? ഈ ഫുഡ് വാക്യൂളിൽ വെച്ചിട്ടാണ്. ഫുഡ് വാക്യൂളിൽ അതിനാവശ്യമായിട്ടുള്ള ഈ ദഹിക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകൾ, ആസിഡുകളൊക്കെ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഫുഡ് വാക്യൂളിൽ വെച്ചിട്ടാണ്, അത് ഒരുപാട് കാണാം അല്ലെ, അതിന്റെ ശരീരത്തിനകത്ത് ഒരുപാട് ഫുഡ് വാക്യൂളുകൾ കാണും. അതിൽ വെച്ചിട്ടാണ് ഈ ഭക്ഷണം ദഹിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന്റെ ദഹിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫുഡ് വേസ്റ്റുകൾ ഒഴിവാക്കപ്പെടുന്നത്, അതിന്റെ മലം ഒഴിവാക്കപ്പെടുന്നതും ഈ ഫുഡ് വാക്യൂളിലൂടെ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു അമീബിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അമീബിയയുടെ ഒരു പിക്ചർ നിർബന്ധമായിട്ട് എല്ലാവരും വരയ്ക്കണം. എന്നിട്ട് അതിൽ ന്യൂക്ലിയസ്, സൂഡോഫോഡ്സ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, അതുപോലെ തന്നെ ഫുഡ് വാക്യൂൾ, ഈ കാര്യങ്ങൾ അതിൽ അടയാളപ്പെടുത്തുകയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഭക്ഷണം തേടുന്ന ഒരു വീഡിയോ കാണാം. ഇവിടെ അമീബ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം തേടുന്നതെന്ന് പറയാണ്. കാരണം അതിന്റെ പുറത്തേക്കുള്ള എക്സ്റ്റൻഷൻ, സ്യൂഡോഫോഡ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ, അതിന്റെ മുന്നിൽ ഒരു ഭക്ഷണത്തെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യും, അതിങ്ങനെ മുന്നോട്ട് നീങ്ങും. എന്നിട്ട് ആ ഫുഡ് അതിന്റെ അകത്തേക്ക് എത്തുമ്പോൾ അതിനെ വരിഞ്ഞ് ഇങ്ങനെ എൻസർക്കിൾ രൂപത്തിലാക്കും. അപ്പൊ അതിന്റെ അകത്ത് ആര് പെടും? ഈ ഫുഡ് പെടും. ആ ഫുഡ് പിന്നീട് ചെല്ലും, വുഡ് വാക്യൂളിലേക്കാണ് ഫുഡ് എത്തുന്നത്. ആ വുഡ് വാക്യൂളിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഡൈജഷൻ, അതായത് സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് അതിനെ മാറ്റുന്നതും. പിന്നീട് ആ മാറ്റിയ സിമ്പിൾ സബ്സ്റ്റൻസിനെ ഇതിന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന് മെയിൻറ്റെയിൻസ്, അതിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം, മെയിൻറ്റെയിൻസിന് വേണ്ടിയാണ്. മറ്റൊന്ന് ട്രാൻസ്ഫോർമേഷൻ ആണ്, അതായത് ഒരു അമീബിയയിൽ നിന്ന് മറ്റൊരു അമീബിയ രൂപപ്പെടാൻ, അങ്ങനല്ല, വേർപിരിഞ്ഞു പോയിട്ടാണ്, ഒരു അമീബിയയിൽ നിന്ന് അതിന്റെ ഒരു ഭാഗം വേർപിരിഞ്ഞു പോയിട്ടാണ് മറ്റൊരു അമീബിയ രൂപപ്പെടുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ ആ കാര്യം പറയുന്നുണ്ട്. ടെക്സ്റ്റിലേക്ക് നോക്കുക. സിംഗിൾ സെല്ലുള്ള അമീബിയ പോലത്തെ മൈക്രോ ഓർഗാനിസം എങ്ങനെയാണ് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ അകത്ത് എങ്ങനെയാണ് ഡൈജഷൻ പ്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അമീബിയ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം, ഒരു സെല്ലുള്ള വളരെ സൂക്ഷ്മമായി കാണാൻ മാത്രം കഴിയുന്ന സൂക്ഷ്മജീവിയാണ് ഈ അമീബിയ എന്ന് പറയുന്നത്. സാധാരണ വെള്ളത്തിലൊക്കെയാണ് അത് കാണാറുള്ളത് അല്ലെ, കുളത്തിലൊക്കെ കാണാം. ഏതായാലും അമീബിയക്ക് എന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ മെംബ്രെയിൻ. അതുപോലെ തന്നെ അതിന് റൗണ്ടഡ് ഡെൻസ് ന്യൂക്ലിയസ്, ഒരു വട്ടത്തിലുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്മോൾ ബബിൾ ലൈക്ക് വാക്യൂൾ, അതാണ് ഒരുപാട് ബബിളുകൾ പോലത്തെ വാക്യൂളുകൾ ഉണ്ട് അതിന്റെ അകത്ത് അല്ലെ. അതിന്റെ സൈറ്റോപ്ലാസം, അതിന്റെ ആ ശരീരത്തിന്റെ ആ കോശദ്രവ്യത്തിനകത്ത് എന്തുണ്ട്? ഒരുപാട് ബബിളുകൾ, വാക്യൂളുകൾ ഉണ്ട്. ഈ വാക്യൂളുകൾ എന്ത് ചെയ്യും? ഈ ഒരു അമീബിയ ഒരിക്കലും ഒരേ ഷേപ്പ് ആയിക്കോണമെന്നില്ല. അപ്പൊ നമ്മൾ കാണുന്ന ഷേപ്പ് അത് സാധാരണ നമ്മൾ പറയപ്പെടുന്ന ഒരു ഷേപ്പാണ്, ആ ഷേപ്പ് ആവണമെന്നില്ല. അത് ഈ സ്യൂഡോഫോഡിയ ഇങ്ങനെ കോലം മാറിക്കൊണ്ടേയിരിക്കും. സ്യൂഡോഫോഡിയ ഒരു ഭാഗത്ത് രൂപപ്പെടും, മറ്റൊരു ഭാഗത്ത് പോകും, അങ്ങനെ അത് നിരന്തരം കോലം മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫിംഗർ പോലത്തെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗത്തിനെയാണ് സ്യൂഡോഫോഡിയ എന്ന് വിളിക്കുന്നത്. ഇറ്റ് പുഷ് ഔട്ട് 1 or more finger like projections, 1 or 2 ഒന്നിലധികമോ
വിരല് പോലത്തെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗം, അതിനാണ് സ്യൂഡോഫോഡിയ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഫാൾസ് ഫീറ്റ് എന്ന് പറയാറുണ്ട്. ഈ സാധനമാണ് അതിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നത്. ഈ അമീബിയയെ മൂവ്മെന്റിന് സഹായിക്കുന്നത് സ്യൂഡോഫോഡിയാണ്. മാത്രമല്ല സ്യൂഡോഫോഡിയ ഉപയോഗിച്ചിട്ടാണ് അത് ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഫുഡിനെ പിടിക്കുന്നതും ഈ സ്യൂഡോഫോഡിയ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അമീബിയ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളത് മറ്റൊരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തെ തന്നെ ആയിരിക്കും അല്ലെ, മറ്റൊരു ഏകകോശ ജീവിയെ തന്നെയായിരിക്കും അമീബിയ ഭക്ഷണമായിട്ട് കഴിക്കാറുള്ളത്. അങ്ങനെ അത് ഭക്ഷണം അതിന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അത് സ്യൂഡോഫോഡിയയെ മുന്നോട്ട് തള്ളുകയും അങ്ങനെ ആ ഭക്ഷണത്തിന് ചുറ്റും അതിനെ ചുറ്റി വരിഞ്ഞ് മുറുക്കി നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഭക്ഷണം എന്താവും, അതിന്റെ അകത്ത് ഫുഡ് വാക്വോൾ എന്ന് പറയുന്ന ആ ബബിൾ ലേക്കിലുള്ള അതിന്റെ അകത്ത് പെടും. അങ്ങനെയാണ് ആ ഫുഡ് വാക്വോളിന്റെ അകത്താണ് ഡൈജസ്റ്റീവ് ജ്യൂസുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എൻസൈമുകൾ, ആസിഡുകളൊക്കെ അതിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അത് ഭക്ഷണത്തിൽ പ്രവർത്തിച്ചത് മൂലം ഭക്ഷണം സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു അല്ലെ, അതിനെ സിമ്പിൾ സബ്സ്റ്റൻസുകളായിട്ട് പൊട്ടിക്കുന്നു. അങ്ങനെ പിന്നെ അത് ആ ഭക്ഷണം അതിനെ വലിച്ചെടുത്ത് അതിന്റെ ശരീരത്തിൽ അത് വലിച്ചെടുത്ത് ഈ സിമ്പിൾ സബ്സ്റ്റൻസുകളെ വലിച്ചെടുത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഗ്രോത്ത്, ഫോർ ഗ്രോത്ത് ആണ്. അബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ് ഫോർ ഗ്രോത്ത്, ഒന്ന് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. മറ്റൊന്ന് മെയിൻറ്റെയിൻസ്, അതിന്റെ ജീവിതം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ്. മറ്റൊന്ന് മൾട്ടിപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ, ഈ 3 കാര്യങ്ങളാണ്, ഗ്രോത്ത്, മെയിൻറ്റെയിൻസ്, മൾട്ടിപ്ലിക്കേഷൻ. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഭക്ഷണം ഉപയോഗിക്കുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമീബിയ എന്ത് ചെയ്യാറാണ്, അത് വേർപിരിഞ്ഞ് അടുത്തൊരു അമീബിയ രൂപപ്പെടാറാണ്, അത് പ്രസവിക്കാറല്ല. അമീബിയ മറ്റൊരു അമീബിയെ പ്രസവിക്കാറല്ല, മറിച്ച് അതിന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് മറ്റൊരു ഏകകോശ ജീവി രൂപപ്പെടും. അങ്ങനെയാണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി, മെയിൻ്റെനൻസിന് വേണ്ടി, ഗ്രോത്തിന് വേണ്ടിയൊക്കെയാണ് അത് ഈ സിമ്പിൾ സബ്സ്റ്റൻസുകൾ അതിനെ സഹായിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി, നമ്മൾ ഒരുപാട് പ്രത്യേകിച്ച് ആദ്യം നമ്മൾ മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടു. അതിനുശേഷം ഫുഡ്, നമ്മളെ ഗ്രാസ് ഈറ്റിംഗ് അനിമൽസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടു. ഇപ്പൊ ഈ ഏകകോശ ജീവികളായിട്ടുള്ള വളരെ സൂക്ഷ്മ ജീവികളുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റവും നമ്മൾ ഇവിടെ മനസ്സിലാക്കി. ഓക്കെ, നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കീവേഡുകൾ പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ട്. അബ്സോർപ്ഷൻ, അമിനോ ആസിഡ്, അമീബിയ, അസിമിലേഷൻ, ബൈലെ, ബുക്കൽ കാവിറ്റി, കെനൈൻ, സെല്ലുലോസ്, അങ്ങനെ ഒരുപാട് ടേമുകൾ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനമാണ്. നമ്മളിവിടെ എന്താ പഠിച്ചതെന്ന് കൂടി നോക്കുക. എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് നോട്ടും തയ്യാറാക്കി അടുത്ത ക്ലാസ്സിനുള്ളത് എഴുതാം ഇൻഷാ അല്ലാഹ്. Animal nutrition includes nutrient requirement, mode of intake of food and its utilization in the body. Animal nutrition എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്, അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റുകൾ, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഭക്ഷണം സ്വീകരിക്കുന്ന രീതി, അതുപോലെ തന്നെ ആ സ്വീകരിച്ച ഭക്ഷണത്തെ ബോഡിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതി, ഇതിനാണ് എന്ത് പറയാറുള്ളത്, അനിമൽ ന്യൂട്രീഷൻ എന്ന് പറയാറുള്ളത്. മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ആലിമെന്ററി കനാൽ എന്ന്, അതുപോലെ തന്നെ ആലിമെന്ററി കനാലിൽ വരുന്ന അവയവങ്ങളും സീക്രട്ടറി ഗ്ലാൻഡുകളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. സീക്രട്ടറി എന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ, അതിനാവശ്യമായിട്ടുള്ള ഡൈജഷന് ആവശ്യമായിട്ടുള്ള എൻസൈമുകള്, സലൈവകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, ആസിഡുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകൾ, ഗ്രന്ഥികൾ. ഓക്കെ, എന്തൊക്കെയാണ് ഈ ആലിമെന്ററി കനാലിലും സെക്രട്ടറി ഗ്ലാൻസിലൊക്കെ ആയിട്ട് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഒന്ന് ബുക്കൽ കാവിറ്റി, 2 ഇസോഫേജസ് നമ്മൾ പറഞ്ഞിരുന്നു ഫുഡ് പൈപ്പ്, മറ്റൊന്ന് സ്റ്റൊമാക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതുപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ അവസാന ഭാഗം റെക്ടമിൽ അവസാനിക്കുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നീട് ഏനസ് അല്ലെ. ദ മെയിൻ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ്, ഈ ഡൈജസ്റ്റീവ് ജ്യൂസുകളെ ഉൽപ്പാദിപ്പിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ, ഒന്ന് സാലിവറി ഗ്ലാൻഡ്, നമ്മുടെ വായയുടെ, പിന്നൊന്ന് പാൻക്രിയാസ് അല്ലെ. പ്രധാനമായിട്ടുള്ള 3 പറഞ്ഞാണ്. ദ സ്റ്റൊമക് ആൻഡ് ദ വാൾ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൾസോ സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അതുപോലെ തന്നെ സ്റ്റൊമാക്കിന്റെ അകത്തുള്ള അതിന്റെ ഭിത്തി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഭിത്തികളൊക്കെ അവരും ഈ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദ മോഡ്സ് ഓഫ് ഫീഡിങ് വേരി ഇൻ ഡിഫറെന്റ് ഓർഗാനിസം. ജീവികളിൽ ഭക്ഷണം കഴിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അല്ലെ. പലരും പല രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്, പല ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, പല രീതിയിലാണ് ഭക്ഷണത്തെ ഉപയോഗപ്പെടുത്തുന്നത്.
ന്യൂട്രീഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ഇൻവോൾവിങ്. അപ്പൊ ഒരു ന്യൂട്രീഷനിൽ സാധാരണ എന്തൊക്കെ പ്രോസസ്സുകളാണ് ഉണ്ടാവുക? ഇൻജക്ഷൻ എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്ന മോഡ് ഓഫ് ഇൻടേക്ക് ഫുഡ്, അകത്തേക്ക് ഭക്ഷണം എടുക്കുന്ന രീതി, അതിനാണ് ഇൻജക്ഷൻ എന്ന് പറയാ. മറ്റൊന്നാണ് ഡൈജഷൻ അല്ലെ? ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനം നടക്കുന്ന ദഹന പ്രക്രിയ. മറ്റൊന്നാണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സബ്സ്റ്റൻസുകളായിട്ട് മാറിയിട്ടുള്ള ഇതിനെ അകത്തേക്ക് ഉപയോഗിക്കുന്ന രീതി, അല്ലെ? അതിനെ വലിച്ചെടുക്കുന്ന രീതി. മറ്റൊന്നാണ് അസിമിലേഷൻ, ഈ വലിച്ചെടുത്ത ഫുഡ് പാർട്ടിക്കിൾ ഈ സിമ്പിൾ സബ്സ്റ്റൻസുകളെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന രീതി. അതിന്റെ ഈജേഷൻ എന്ന് പറഞ്ഞാൽ ദഹിക്കാത്ത ഫുഡ് വേസ്റ്റുകൾ പുറത്തേക്ക് പോകുന്ന, മലം പുറത്തേക്ക് പോകുന്ന രീതി. അങ്ങനെ മൊത്തം 5 പ്രോസസ്സുകളാണ് ഈ ന്യൂട്രീഷൻ എന്നുള്ള ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്, അല്ലെ? ഇനി കാർബോഹൈഡ്രേറ്റ്സ്, സ്റ്റാർച്ച് പോലത്തെ കാർബോഹൈഡ്രേറ്റുകളൊക്കെ അതിന്റെയൊക്കെ ഡൈജഷൻ പ്രക്രിയ തുടക്കം ബുക്കൽ കാവിറ്റിയിൽ നിന്ന് തുടങ്ങും. എങ്ങനെ? ബുക്കൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സലൈവുകളുമായിട്ട് ചേർന്നിട്ടാണ് അതിന്റെ ഡൈജഷന്റെ പ്രക്രിയ തുടങ്ങുന്നുണ്ട്, അല്ലെ? ദ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ സ്റ്റാർട്ട്സ് ഇൻ ദ സ്റ്റൊമക്. എന്നാൽ പ്രോട്ടീന്റെ ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ലിവറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബൈൽ എന്ന് പറയുന്ന ഒരു ജ്യൂസ്, ഡൈജസ്റ്റീവ് ജ്യൂസ്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസ്, പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസ്, ഇൻഡസ്ട്രിയൽ വാളുകളിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസുകളൊക്കെ കൂടിയിട്ടാണ് കംപ്ലീറ്റ് ദ ഡൈജഷൻ ഓഫ് ഓൾ കോമ്പണൻസ് ഓഫ് ഫുഡ് ഇൻ ദ സ്മോൾ ഇൻഡസ്ട്രിയൻ. അതൊക്കെ കൂടിയിട്ടാണ്, അതിലെ ഓരോ ഡൈജഷൻ പ്രക്രിയ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്മോൾ ഇൻഡസ്ട്രിയനിൽ വെച്ചിട്ട് ഈ ഫുഡിന്റെ കോമ്പണന്റുകളുടെ ഡൈജഷൻ പൂർത്തിയാവുന്നത്. ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ് വെസൽസ് ഫ്രം ദ സ്മോൾ ഇൻഡസ്ട്രിയൻ. പിന്നീട് സ്മോൾ ഇൻഡസ്ട്രിയനിൽ നിന്ന് ബ്ലഡ് വെസലുകൾ, രക്തധമനികൾ വഴി ഈ ഒരു ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ വലിച്ചെടുക്കപ്പെടുന്നു. The absorbed substances are transported to difficult parts of the body. Water and some salts are absorbed from the undigested food in the large intestine. അതുപോലെ തന്നെ പിന്നെ അടുത്തൊന്ന് ഈ ഒരു വലിച്ചെടുക്കപ്പെട്ട സബ്സ്റ്റൻസുകളെ അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. പിന്നെ മാത്രമല്ല ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഡൈജസ്റ്റ് ആവാതെ കിടന്നിരുന്ന ഫുഡിൽ ബാക്കിയായിട്ടുള്ള വെള്ളത്തെയും സാൾട്ടിനെയും വലിച്ചെടുക്കുകയും ചെയ്യുന്നു. Okay, the undigested and unabsorbed residues are expelled out of the body as phases through the anus. പിന്നീട് ഇത്തരത്തിലെ ഡൈജഷൻ നടക്കാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് ദഹനം നടക്കാത്ത ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഈ അബ്സോർബ് ചെയ്യപ്പെടാതെ ബാക്കിയായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അത് പുറന്തള്ളപ്പെടുന്നു, മലമായിട്ട് പുറത്തേക്ക് തള്ളപ്പെടുന്നു. എന്തിലൂടെ? അതിന്റെ ശരീരത്തിന്റെ എയ്നസിലൂടെ, മലദ്വാരത്തിലൂടെ ഒക്കെ അത് തള്ളപ്പെടുന്നു. ഇനി ഈ മേഞ്ഞു നടക്കുന്ന കൗനെ പോലെ, ബഫലോ പോലത്തെ അല്ലെങ്കിൽ ഡീറ്, മാനിനെ പോലത്തെ ജീവികളൊക്കെ അവരെ റൂമിനൻസ് എന്നാണ് അവർക്ക് പറയാറുള്ളത്. പെട്ടെന്ന് തന്നെ അവര് ഇൻജക്ഷൻ നടത്തും. ദേ ക്വിക്ലി ഇൻജസ്റ്റ്, പെട്ടെന്ന് തന്നെ ഭക്ഷണം അവർ കഴിക്കും. swallow their leafy food and store it in the rumen. അങ്ങനെ അവർ കഴിക്കുന്ന ഇലകളെയൊക്കെ പെട്ടെന്ന് വിഴുങ്ങിയിട്ട് അത് എവിടെ ഭക്ഷണമായി? അത് റൂമനില് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. പിന്നീട് ആ റൂമൻ മൗത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ അനിമൽ അതിനെ സമാധാനപരമായിട്ട് ഇങ്ങനെ സാവധാനം അതിനെ ചവച്ച് ഇറക്കുന്നു. ഇനി അമീബിയ ഭക്ഷണം കഴിക്കാറുള്ളത് അതിന്റെ സ്യൂഡോഫോഡിയ അല്ലെങ്കിൽ ഫാൾസ് ഫീറ്റ്, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് കിടക്കുന്ന അതിന്റെ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫുഡ് വാക്യൂളിൽ വെച്ചിട്ടാണ് ഫുഡ് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന് മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്, മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം അകത്തേക്ക് എടുക്കുന്നത്, അതെങ്ങനെയാണ് ഡൈജസ്റ്റ് നടക്കുന്നത്, എങ്ങനെയാണ് അത് അബ്സോർപ്ഷൻ നടക്കുന്നത്, അസിമിലേഷൻ നടക്കുന്നത്, ലാസ്റ്റ് എങ്ങനെയാണത് പുറത്തേക്ക് മലമായിട്ട് പുറന്തള്ളപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ, അതുപോലെ തന്നെ പുല്ല് തിന്നുന്ന ജീവികളുടെ, അവസാനമായിട്ട് മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് അമീബിയയുടെയും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അള്ളാഹ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.